ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 റിലീസായ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ യുഗത്തിലാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് നമ്മളുടെ റിയൽ ലൈഫിൽ വന്നാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. യു ആർ വാച്ചിങ് ഫിലിം വിസ്പറർ ആൻഡ് ടുഡേ വി ആർ ഡൈവിംഗ് ഇൻ ടു എക്സ് മെഷീന. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ കഥാനായകനായ കാലിബിനെയാണ് കാണിക്കുന്നത്. കാലിബ് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ കമ്പനിയിൽ പ്രോഗ്രാമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത്രയും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയിൽ തന്നെ ബാക്കിയുള്ളവരെക്കാൾ സ്മാർട്ടും ഇന്റലിജന്റുമായിട്ടുള്ള പ്രോഗ്രാമറാണ് കാലിബ്. അങ്ങനെ ഒരു ദിവസം അവൻ വർക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ കോൺടെസ്റ്റിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കമ്പനിയിലെ സിഇഒയും സയന്റിസ്റ്റുമായ നേതൻ അയാൾ അത്രയും പ്രൈവറ്റും ഹൈ സെക്യൂർഡുമായിട്ടുള്ള ഒരു വലിയ വീട്ടിലാണ് നിൽക്കുന്നത്. സോ ആ കമ്പനിയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ നേതനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കോൺടെസ്റ്റിൽ വിജയിക്കുന്ന ആൾക്ക് നേതനെ വിസിറ്റ് ചെയ്യാനും 1 വീക്ക് അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ആ കോൺടെസ്റ്റിലാണ് കാലിബ് ഇപ്പോൾ വിൻ ചെയ്തത്. മെയിൽ കണ്ട കാലിബ് ഒരേ സമയം ഷോക്കും എക്സൈറ്റഡുമായി. കാരണം എലോൺ മസ്കിനെയും സക്കർബർഗിനെയും ഒക്കെ പോലെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ നേതൻ. സോ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാളെ കാണാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുക എന്ന് വെച്ചാൽ വലിയ കാര്യമല്ലേ. ഇതറിഞ്ഞ ഓഫീസിലെല്ലാവരും അവനെ കൺഗ്രാറ്റ്സ് ചെയ്യും. അങ്ങനെ കാലിബ് ഹെലികോപ്റ്റർ വഴി നേതന്റെ അടുത്തേക്ക് പോകും. പൈലറ്റിനോട് അവൻ ചോദിക്കും, നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തും? അയാൾ ചിരിച്ചുകൊണ്ട് പറയും, നമ്മൾ 2 മണിക്കൂറായിട്ട് നേതന്റെ എസ്റ്റേറ്റിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര റിച്ചാണ് നേതനെന്ന്. അങ്ങനെ പൈലറ്റ് കാലിബിനെ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് പറയും, ഇവിടം വരെ വരാൻ മാത്രമേ എനിക്ക് അനുവാദമുള്ളൂ. ആ റിവർ കണ്ടോ, അത് ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ നിനക്ക് നേതന്റെ വീട് കാണാൻ പറ്റും. അതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. അങ്ങനെ കാലിബ് നടക്കാൻ തുടങ്ങും. ഒരു റേഞ്ചോ ഒന്നുമില്ലാത്ത റിമോട്ട് ഏരിയ ആയിരുന്നു അത്. അങ്ങനെ നടന്നു പോകുമ്പോൾ കാലിബ് ഒരു ഷെഡ് പോലത്തെ ഒന്ന് കാണും. അവൻ അവിടത്തേക്ക് ചെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്ന് ഒരു വോയിസ് വരും. സ്കാൻ ചെയ്യാൻ വേണ്ടി ആ സിസ്റ്റത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാനായിരിക്കും അതിൽ പറയുന്നുണ്ടാകുക. അവൻ അതുപോലെ ചെയ്യും. സ്കാൻ ചെയ്തതിന് ശേഷം അവന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കീ കാർഡ് കൊടുത്തിട്ട് അവനോട് അകത്തേക്ക് പോകാൻ പറയും. അങ്ങനെ അവൻ അകത്തേക്ക് കയറും. അപ്പോൾ അതൊരു അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. അവൻ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് അത്രയ്ക്ക് സ്മൂത്ത് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീടായിരിക്കും. കാലിബ് അവിടുന്ന് താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ നേതൻ അവിടുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടാകും. നേതൻ കാലിബിനെ കണ്ടതും, ഹേ ഡൂഡ്, നീ വന്നോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിന്റെ കൂടെ ഈ വീക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോട്ടെ, ഇത്ര ദൂരം വന്നതല്ലേ, നിനക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറയും. അപ്പോൾ കാലിബ് വേണ്ട എന്ന് പറയും. അന്നേരം നേതൻ, എനിക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇന്നലെ രാത്രി അടിച്ച് നല്ല ഫിറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പിറ്റേ ദിവസം ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡിയൊക്കെ സെറ്റാക്കി ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ എന്ന് പറയും. നിനക്ക് നേരത്തെ ഒരു കീ കാർഡ് തന്നിട്ടില്ലേ? അതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട്. അതിൽ നിനക്ക് കയറാൻ പറ്റുന്നതും എന്നാൽ നീ കയറാൻ പാടില്ലാത്തതുമായ മുറികളുമുണ്ട്. ഈ കാർഡ് വെച്ച് നിനക്കൊരു മുറിയിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ആ മുറിയിൽ എലൗഡാണ്. നേരെ മറിച്ച് നിനക്കിത് വെച്ച് മുറിയിലേക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് അവിടെ കയറാനുള്ള അനുവാദമില്ല എന്നാണ് മീനിങ്. എന്നിട്ട് റൂമിലെത്തിയ കാലിബിനോട് നേതൻ പറയും, ഇത് ശരിക്കും ഒരു വീടല്ല, ആക്ച്വലി ഇതൊരു സീക്രട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ലാബാണ്. ഞാൻ എന്ത് റിസർച്ചാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണം. പക്ഷെ അതിനു മുമ്പ് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം പറഞ്ഞ് നേതൻ കാലിബിന് ഒരു പേപ്പർ കൊടുക്കും. അതൊരു എഗ്രിമെന്റ് ആയിരിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളും സീക്രട്ട് ഇൻഫോർമേഷൻസും ഒന്നും പുറത്താരോടും പറയാൻ പാടില്ല. അതുപോലെ ഈ എഗ്രിമെന്റ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ്. എഗ്രിമെന്റ് വായിച്ച് കാലിബ് തനിക്ക് സൈൻ ചെയ്യാൻ ഹെൽപ്പിന് ഒരു ലോയറിനെ വേണമെന്ന് പറയും. അന്നേരം നേതൻ പറയും, ഹേ ബ്രോ, ഇതിന് ലോയറിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊരു നോർമൽ എഗ്രിമെന്റ് മാത്രമാണ്. ഇതിനെ കൊണ്ട് നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. നീ ഇതിൽ സൈൻ ചെയ്തില്ലെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളഞ്ഞല്ലോ എന്നോർത്ത് നാളെ നീ തന്നെ റിഗ്രറ്റ് ചെയ്യും. അത് കേട്ടപ്പോൾ കാലിബ് സൈൻ ചെയ്യും. അപ്പോഴാണ് നേതൻ ഒരു ടൂറിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കാലിബിനെ ഇവിടെ വിളിപ്പിച്ചതെന്ന് പറയുക. ടൂറിംഗ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ഒരു കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നു. എന്നാൽ ഇത് ശരിക്കും ഒരു കമ്പ്യൂട്ടറിനെ പോലെയല്ല, മനുഷ്യരെ പോലെ കോൺഷ്യസ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ആ ഹ്യൂമൻ മനസ്സിലാക്കിയാൽ അതിന്റെ അർത്ഥം ആ കമ്പ്യൂട്ടർ ടൂറിംഗ് ടെസ്റ്റ് പാസ്സായി എന്നാണ്. കാലിബ് അപ്പോൾ, നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനെയാണോ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നതെന്ന് ചോദിക്കും. നേതൻ അന്നേരം പറയും, ഞാൻ ഓൾറെഡി ഒന്നിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നീ ആയിരിക്കും ഈ ടെസ്റ്റിലെ ഹ്യൂമൻ. അത് കേട്ട് കാലിബിന് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ കാലിബ് AI-ന്റെ അടുത്തേക്ക് പോകും. മറുഭാഗത്ത് നേതൻ ഇതൊക്കെ CCTV-യിൽ വാച്ച് ചെയ്യുന്നുണ്ടാകും. കാലിബിനെ കണ്ടപ്പാടും AI അവന്റെ അടുത്തേക്ക് പോകും.
കാലിബ് അതിനോട് പേരെന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് എൻ്റെ പേര് ഏവ, ഞാൻ ഇതുവരെ നേതനെ അല്ലാതെ വേറൊരു മനുഷ്യനെയും കണ്ടിട്ടില്ല, ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലെ ഒന്ന് കാണുന്നത്. അപ്പോൾ അവൾ ചോദിക്കും, അതെന്താ, നിങ്ങൾ ഇതിനു മുമ്പ് മനുഷ്യരെയൊന്നും കണ്ടിട്ടില്ലേ? അങ്ങനെയല്ല, നിന്നെപ്പോലൊരു AI-നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏവ ചോദിക്കും, എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് കാലിബിന് താല്പര്യം? അപ്പോൾ അവൻ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറ എന്ന് പറയും. ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്? എന്നെപ്പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പിന്നെ നിനക്കറിയില്ലേ ഞാനൊരു മെഷീനാണെന്ന്? അപ്പോൾ കാലിബ് ചോദിക്കും, സംസാരിക്കാൻ നീ എപ്പോഴാണ് പഠിച്ചത്? അപ്പോൾ അവൾ പറയും, ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചതാണ്. എന്നാൽ നിങ്ങൾ മനുഷ്യർ അതുപോലെയല്ലല്ലോ, നിങ്ങൾക്ക് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ സമയം വേണ്ടേ? അന്നേരം കാലിബ് പറയും, പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ലാംഗ്വേജ് പഠിക്കുന്നതല്ല, അത് ജന്മനാ കിട്ടുന്നതാണെന്നാണ്. നീ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അപ്പോൾ അവൾ പറയും, എനിക്കതിനെപ്പറ്റി ഒന്നും കറക്റ്റ് അറിയില്ല. നിങ്ങൾ നാളെയും എന്നെ കാണാൻ വരുമോ? അപ്പോൾ അവൻ വരുമെന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ കാലിബ് നേതനോട് പറയും, ഏവ അടിപൊളിയാണല്ലോ, അവളോട് സംസാരിക്കുമ്പോൾ വേറെ ഏതോ ലോകത്തെത്തിയ ഫീലാണ്. പക്ഷേ ഒറിജിനൽ ടൂറിംഗ് ടെസ്റ്റ് ഇങ്ങനെയല്ലല്ലോ, ഹ്യൂമൻ കാണില്ലല്ലോ, അത് കമ്പ്യൂട്ടർ ആണോ ഹ്യൂമൻ ആണോ എന്ന്. അപ്പോൾ നേതൻ പറയും, അല്ലല്ല, അതൊക്കെ പണ്ടത്തെ രീതികളല്ലേ, ആ ടെസ്റ്റൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇനിയിപ്പോ ഞാൻ അവളെ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും അവളൊരു മനുഷ്യനാണെന്നേ വിചാരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ടെസ്റ്റ് ഭയങ്കര ഈസി ആയിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൾ ഒരു AI ആണെന്ന് നിന്നെ ഞാൻ ഓൾറെഡി കാണിക്കും. എന്നിട്ടും അവൾ കോൺഷ്യസ് ആയിട്ടുള്ള ഹ്യൂമനെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെയാണ് അവളുടെ വിജയം. അന്ന് രാത്രി കാലിബ് അവന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് CCTVയിലൂടെ ഏവിയെ നോക്കുന്ന സമയം പെട്ടെന്ന് കറണ്ട് പോകും. കാലിബ് പേടിച്ചിട്ട് അവന്റെ കയ്യിലുള്ള കീ കാർഡ് കൊണ്ട് ആ റൂം ഓപ്പൺ ചെയ്യാൻ നോക്കും. പക്ഷെ അത് ഓപ്പൺ ആകില്ല. അവൻ ആകെ ടെൻഷനാകും. പെട്ടെന്ന് കറണ്ട് വരും. അവൻ റൂം ഓപ്പൺ ആക്കി നടന്നു തുടങ്ങുമ്പോൾ വേറൊരു റൂം ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കാണും. അന്നേരം അതിൻ്റെ അകത്തൊരു ഫോൺ കണ്ടിട്ട് അതെടുക്കാൻ നോക്കുമ്പോൾ നേതൻ ആ റൂമിൽ നിന്ന് അവനോട് ചോദിക്കും, നീ ആരെ വിളിക്കാനാണ് ആ ഫോൺ എടുക്കാൻ നോക്കിയത്? കാലിബ് പറയും, ഞാൻ ആരെയും വിളിക്കാൻ എടുത്തതല്ല, പിന്നെ നീ എന്തിനാണ് ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? എൻ്റെ റൂമിന് എന്തോ പ്രശ്നമുണ്ട്, പെട്ടെന്ന് കറണ്ട് പോയി, റൂമും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ നേതൻ പറയും, ഓ അതെന്താണെന്ന് അറിയില്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകാറുണ്ട്, എന്തായാലും ഞാനത് ശരിയാക്കിക്കോളാം. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാകും, സെക്യൂരിറ്റി മെഷറാണത്. അതുകൊണ്ട് തന്നെ ആർക്കും പുറത്തു നിന്ന് അകത്തേക്കോ അകത്തു നിന്ന് പുറത്തേക്കോ കടക്കാനാകില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം കാലിബിനോട് നേതൻ ചോദിക്കും, ഇന്ന് ഏവി ആയിട്ടുള്ള ടെസ്റ്റിന്റെ 2ാമത്തെ ദിവസമല്ലേ, ഇന്ന് എന്താണ് നിന്റെ പ്ലാൻ? കാലിബ് അപ്പോൾ പറയും, ഏവി എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ ശരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരെ പോലെ മനസ്സിലാക്കുന്നുണ്ടാവുമോ? അതോ അവൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ കൂടെ ചെസ് കളിക്കുന്നത് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണെങ്കിലോ? കമ്പ്യൂട്ടർ നമ്മളെ കൂടെ ചെസ് കളിക്കുന്ന സമയം ചെസ്സിലെ ഓരോ കരുക്കളും നന്നായിട്ട് മൂവ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെസ്സിന്റെ കറക്റ്റ് റൂളും കാര്യങ്ങളും നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ അതിന്റെ മീനിങ് അതിന് ചെസ് കളിക്കാൻ അറിയാമെന്നല്ല. ശരിക്കും ആ പറഞ്ഞത് സത്യമല്ലേ? കാരണം ഒരു ഡെവലപ്പർ കോഡൊക്കെ ടൈപ്പാക്കി അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ മൂവ് ചെയ്യണം അങ്ങനെ മൂവ് ചെയ്യണം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നോണ്ടല്ലേ അത് അങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നത്, അല്ലാണ്ട് അതിന്റെ മീനിങ് കമ്പ്യൂട്ടറിന് ചെസ് അറിയാമെന്നല്ലോ. അടുത്ത സീനിൽ കാലിബ് ഏവിയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഏവി ഒരു പിക്ചർ വരച്ചത് കാലിബിന് കാണിക്കും. കാലിബ് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കും. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായി എന്നാണ്. ഞാൻ എപ്പോഴും ചിത്രം വരക്കാറുണ്ട്, പക്ഷെ എനിക്ക് തന്നെ അറിയില്ല ഞാൻ വരക്കുന്നത് എന്തിനാണെന്ന്. അടുത്ത പ്രാവശ്യം നീ ചിത്രം വരക്കുമ്പോൾ എന്തെങ്കിലും ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ഹ്യൂമൻസിനെയോ വരക്ക്. ഏവ ചോദിക്കും, ഞാൻ എന്ത് ഒബ്ജക്ട്സ് ആണ് വരയ്ക്കേണ്ടത്? അത് നീ തന്നെ തീരുമാനിക്ക്. അതെന്താ നിങ്ങൾ ഞാൻ ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് നീ എന്താ വരക്കുന്നതെന്ന് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് ആകാൻ താല്പര്യമുണ്ടോ? യെസ് ഓഫ് കോഴ്സ്. പക്ഷേ നമ്മളുടെ കോൺവെർസേഷനിൽ നീ എന്നെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, എന്നിട്ട് എന്നെപ്പറ്റി മനസ്സിലാക്കുന്നു. ഞാനാണെങ്കിൽ നിന്നെപ്പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെ നമ്മൾക്ക് നല്ലൊരു ഫ്രണ്ട്സ് ആകാൻ പറ്റും? കാലിബ് പറയും, ഞാൻ നിന്നോട് എന്താ എന്നെപ്പറ്റി പറയേണ്ടത് അത് നീ തന്നെ തീരുമാനിക്കേ. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് നീ എന്താ പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. ഓക്കെ ശരി, എനിക്ക് 26 വയസ്സുണ്ട്. ഞാൻ നേതന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ പോർട്ട്ലാൻഡിലാണ്. എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. ഞാൻ ഒറ്റ മകനാണ്. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എൻ്റെ പേരൻസ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഞാനും കാറിന്റെ ബാക്ക് സീറ്റിൽ ആക്സിഡന്റ് സമയത്തുണ്ടായിരുന്നു. പക്ഷേ കാറിന്റെ ഫ്രണ്ട് ഭാഗത്തായിരുന്നു കൂടുതൽ ഡാമേജ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1 വർഷത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ കോഡിംഗ് പഠിക്കാൻ തുടങ്ങിയത്. അന്നേരം ഏവ ചോദിക്കും, നേതൻ നിന്റെ ഗുഡ് ഫ്രണ്ട് ആണോ? അപ്പോൾ കാലിബ് അതേന്ന് പറയും.
അപ്പോഴേക്കും കറണ്ട് പോകും. CCTV ഓഫാകും. ഏവ പറയും, നീ നേതനെ പറ്റി വിചാരിച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്. അവൻ നിന്റെ ഗുഡ് ഫ്രണ്ട് ഒന്നുമല്ല. നീ അവനെ വിശ്വസിക്കാൻ പാടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും കറണ്ട് വരും. CCTVയും ഓണാകും. ഏവ അന്നേരം ടോപ്പിക്ക് മാറ്റി വേറെ എന്തൊക്കെയോ പറയാൻ തുടങ്ങും. കാലിബിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകില്ല. അന്ന് രാത്രി ഡിന്നർ ടൈം ക്യോക്കോ എന്ന് പറഞ്ഞ സെർവന്റിന്റെ അടുത്തുനിന്ന് വൈൻ ഗ്ലാസ് തട്ടി ടേബിളിൽ മറിയും. അത് കണ്ട് നേതൻ അവളോട് ഷൗട്ട് ചെയ്യും. കാലിബ് അപ്പോൾ അവളോട് പറയും, സാരമില്ല പോട്ടെ. നേതൻ അന്നേരം പറയും, നീ അവളോട് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട, അവൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകില്ല. കാലിബ് അപ്പോൾ പറയും, പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിച്ചതെന്ന് അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നേതൻ പറയും, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഈ കറണ്ടിന് ഇതെന്താ പറ്റിയതെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരാറുണ്ട്. ഞാൻ എത്രയോ തവണ ജനറേറ്റർ സിസ്റ്റം ശരിയാക്കാൻ നോക്കിയെന്ന് അറിയോ, പക്ഷെ നടക്കുന്നില്ല. ഇത് വർക്കേഴ്സ് ചെയ്തതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. കാലിബ് പറയും, നിങ്ങൾക്ക് അവരെ ഇവിടെ വിളിച്ചു വരുത്തി അത് ശരിയാക്കി തരാൻ പറഞ്ഞാൽ പോരെ. നേതൻ പറയും, അത് പറ്റില്ല. പുറം ലോകം അറിയാൻ പാടില്ലാത്ത കുറെ കാര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വർക്കേഴ്സിനെ എല്ലാം കൊന്നുകളഞ്ഞു. അത് വിട്. പവർ കട്ട് ഉണ്ടായ സമയത്ത് നിങ്ങൾ എന്താ സംസാരിച്ചതെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങൾ എന്താ സംസാരിച്ചത്? അപ്പൊ കാലിബ് ഒന്നും സംസാരിച്ചില്ലെന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് സീനിൽ നേതൻ കാലിബിനോട് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും, ഇവിടെ നിന്നാണ് ഞാൻ ഏവിയെ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു റോബോട്ടിന് ഇമോഷൻസ് വരുത്തിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനുമൊക്കെ. കാലിബ് അപ്പോൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ പഠിപ്പിച്ചത്? നേതൻ പറയും, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും മൈക്രോഫോണും ക്യാമറാസും ഉണ്ടാകും. ആൾക്കാർ അറിയാതെ അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് മനുഷ്യന്മാരുടെ അപ്പിയറൻസ് എങ്ങനെയാണെന്നും അവർ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും അവർ എങ്ങനെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതെന്നും ഏവിയെ ഞാൻ പഠിപ്പിച്ചു. എന്നിട്ടൊരു സംഭവം കാണിച്ചിട്ട് പറയും, ഇതാണ് ഏവിയുടെ ബ്രെയിൻ. ഇതൊരു തരം സ്പെഷ്യൽ ജെല്ല് കൊണ്ടുണ്ടാക്കിയതാണ്. മറ്റുള്ള മെഷീൻസിനെ പോലെ കുറെ ചിപ്സും വയേഴ്സും അവളുടെ ബ്രെയിനിൽ വെക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. മൂവ് ആക്കാനും റീഅറേഞ്ച് ആക്കാനും പറ്റണം. അതായത് നമ്മളുടെ ബ്രെയിൻ പോലെ പീപ്പിൾ ലേൺ ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്, റിമെമ്പർ ചെയ്യുന്നത്, ആ രീതിയിലാണ് അവളുടെയും ബ്രെയിൻ നേതൻ ഉണ്ടാക്കിയത്. അടുത്ത സീനിൽ കാലിബ് ഏവിയോട് ചോദിക്കും, നീ എപ്പോഴെങ്കിലും ഈ ബിൽഡിംഗിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല, ബിൽഡിങ്ങിന്റെ പുറത്ത് പോയിട്ട് ഞാൻ ഇപ്പം നിൽക്കുന്ന റൂമിന്റെ പുറത്ത് പോലും ഇതുവരെ പോയിട്ടില്ല. കാലിബ് ചോദിക്കും, നിനക്ക് പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം നീ എവിടേക്കാ പോകുക? അപ്പോൾ അവൾ പറയും, അങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആദ്യം ഹ്യൂമൻസിനെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു ബിസി സ്ട്രീറ്റിലേക്കായിരിക്കും പോകുക. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറെ ഹ്യൂമൻസ് ഉണ്ടാകും. അപ്പോൾ അവരെ കുറിച്ച് പഠിക്കാനും ഹ്യൂമൻ ലൈഫിനെ പറ്റി എനിക്ക് അറിയാനും പറ്റും. നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. അപ്പൊ കാലിബ് ചോദിക്കും, എന്താ ഡേറ്റ് ആണോ? ഏവ പറയും, നീ ഒന്ന് കണ്ണടക്ക്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. അതും പറഞ്ഞ് ഏവ പോയിട്ട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരും. എന്നിട്ട് കാലിബിനോട് അവളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അത് കണ്ട് കാലിബിന് അവളോടൊരു ചെറിയ ക്രഷ് അടിക്കും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ കാലിബ് പോയിട്ട് നേതനോട് ചോദിക്കും, എന്നെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലാണോ നിങ്ങൾ അവളെ പ്രോഗ്രാം ചെയ്തത്? നേതൻ പറയും, ഞാൻ അവളെ നിന്നെപ്പോലെ ഹെട്രോസെക്സ്വൽ ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തത്. ഹെട്രോസെക്സ്വൽ എന്ന് ഉദ്ദേശിച്ചത് ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള അട്രാക്ഷൻ. നേതൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയും, അവളെ ക്രിയേറ്റ് ചെയ്തത് ഞാൻ ആയതുകൊണ്ട് തന്നെ അവൾ എന്നെ ഒരു അച്ഛനെ പോലെയാണ് കാണുന്നത്. പക്ഷെ നീ പുറത്തു നിന്ന് വന്ന ഒരാളാണ്. ചിലപ്പോൾ അവൾക്ക് നിന്നോടൊരു ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും. നെക്സ്റ്റ് ഡേ കാലിബ് ഏവയോട് ചോദിക്കും, ഞാൻ ഇവിടെ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് നിനക്കറിയാമോ? ഇല്ല. പിന്നെ നീ ഞാൻ ഇവിടെ എന്തിനു വന്നതാണെന്നാ വിചാരിച്ചത്? എനിക്കറിയില്ല, ഞാൻ നേതനോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. കാലിബ് പറയും, ഞാൻ ഇവിടെ വന്നത് ശരിക്കും നിനക്ക് ഹ്യൂമൻസിനെ പോലെ കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പെട്ടെന്ന് കറണ്ട് പോകും. കാലിബ് ഏവിയോട് ചോദിക്കും, നീ എന്താ ഇന്നലെ ഞാൻ നേതനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? കാരണം അവൻ കള്ളം പറയും. എന്ത് കള്ളം പറയുമെന്നാ നീ പറയുന്നത്? അവൻ വാ തുറന്നാൽ കള്ളം മാത്രമേ പറയുകയുള്ളൂ. കറണ്ട് പോയാലും ഏതൻ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ? അപ്പൊ നീയാണോ ഈ പവർ കട്ടൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പോൾ അവളാണ് ഈ പവർ കട്ടിനെല്ലാം റീസൺ എന്ന് പറയും. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏവ ഇൻഡക്ഷൻ പ്ലേറ്റിലാണ് ചാർജ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ പ്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചത് ചാർജ് ചെയ്യുന്ന ഒരു വയർലെസ് പാഡാണ്. സാധാരണ കറണ്ട് ഇൻഡക്ഷൻ പ്ലേറ്റിൽ നിന്ന് അവളുടെ ബാറ്ററിയിലേക്കാണ് പോകുക. പക്ഷെ അവൾക്ക് ആ ഇലക്ട്രിസിറ്റി റിവേഴ്സ് ചെയ്യാനാകും. അങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി നേരെ ഇൻഡക്ഷൻ പ്ലേറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ ബിൽഡിങ്ങിന്റെ സർക്യൂട്ടിലേക്ക് പോകും. അന്നേരം ആ സർക്യൂട്ട് ഓവർലോഡ് ആവുകയും കറണ്ട് പോവുകയും ചെയ്യും. ആ സമയം CCTV ഓഫാകുന്നുള്ള കാര്യം അവൾക്കറിയാം. അപ്പോൾ നേതൻ അവരെ കാണാനും അവർ എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ആകില്ല. അതുകൊണ്ട് തന്നെ ആ സമയം അവൾക്ക് കാലിബിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. കാലിബ് അവിടെ വരുന്നതിന് മുമ്പ് ഏവ കറണ്ട് ഓഫാക്കിയത് ചിലപ്പോൾ ഡോറ് അൺലോക്ക് ആക്കാനായിരിക്കും. അതുകൊണ്ടാകും നേതൻ കറണ്ട് പോയാലും ഡോറ് ലോക്കാക്കുന്ന രീതിയിൽ സെക്യൂരിറ്റി സിസ്റ്റം മാറ്റിയത്. അങ്ങനെ അവസാനം കാലിബിന് അവളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങും.
ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ കാലിബ് CCTVയിലൂടെ ഏവിയെ നോക്കുമ്പോൾ കാണുന്നത് നേതൻ അവളുടെ അടുത്ത് പോയിട്ട് അവൾ വരച്ച ചിത്രങ്ങളെല്ലാം കീറിക്കളയുന്നതാണ്. അത് കണ്ട കാലിബിന് എന്തോ പോലെയാകും. കാലിബ് നേരെ നേതന്റെ അടുത്ത് പോയിട്ട് എന്തിനോ ഏവ വരച്ച ചിത്രങ്ങളൊക്കെ കീറിക്കളഞ്ഞതെന്ന് ചോദിക്കും. പക്ഷേ നേതൻ അതിന് മറുപടി കൊടുക്കൂല. അങ്ങനെ നെക്സ്റ്റ് ഡേ കാലിബിനോട് ഏവ ചോദിക്കും, ഞാൻ ഈ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ എന്നെ നിങ്ങൾ ടേൺ ഓഫ് ചെയ്യുമോ? എനിക്കറിയില്ല, ആ ഡിസിഷൻ എടുക്കേണ്ട ആൾ ഞാനല്ല. എൻ്റെ ജീവിതത്തിലെ തീരുമാനം എടുക്കാൻ മറ്റുള്ളവർക്ക് എന്ത് അവകാശമാണുള്ളത്? ആരെങ്കിലും നിന്നെ ഇതുപോലെ ടെസ്റ്റാക്കി നീ അതിൽ ഫെയിലായി കഴിഞ്ഞാൽ നിന്നെ ഇതുപോലെ ടേൺ ഓഫ് ചെയ്യുമോ? അപ്പോൾ കാലിബ് ഇല്ലാന്ന് പറയും. പിന്നെ എന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പോഴേക്കും അവൾ കറണ്ട് ഓഫ് ചെയ്യും. എന്നിട്ട് അവൾക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. എന്നിട്ട് അടുത്ത സീനിൽ കാലിബ് നേതനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഏവിയെ ക്രിയേറ്റ് ചെയ്തത്? അപ്പോൾ നേതൻ പറയും, ഇനിയുള്ള കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ആയിരിക്കും. നമ്മൾ കാറും പ്ലെയിനും കണ്ടുപിടിച്ചതുപോലെ മനുഷ്യൻ അടുത്തതായി കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു പവർഫുൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനെയാണ്. അതുകൊണ്ടാണ് ഏവിയെ ഞാൻ ഡെവലപ്പ് ചെയ്തത്. അവൾക്ക് ശേഷം വരാൻ പോകുന്ന അടുത്ത റോബോട്ട് അവളെക്കാൾ സ്മാർട്ടായിരിക്കും. കാലിബ് അപ്പോൾ പറയും, എന്റെ വിചാരം ഏവി ആയിരിക്കും ലാസ്റ്റ് മോഡൽ എന്നാ. അവൾക്ക് മുമ്പ് നിങ്ങൾ കുറേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡെവലപ്പ് ചെയ്തെന്നാ ഞാൻ വിചാരിച്ചത്. നിങ്ങൾ സാധാരണ പുതിയ AI ഉണ്ടാക്കുമ്പോൾ പഴയതിന് എന്താണ് ചെയ്യാറ്? അപ്പോൾ നേതൻ പറയും, ഇനി ഏവിക്ക് ശേഷമുള്ള അടുത്ത റോബോട്ടിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയം ഞാൻ ഏവിയുടെ ബ്രെയിൻ കോപ്പി ചെയ്ത് കമ്പ്യൂട്ടറിലാക്കും. എന്നിട്ട് കുറച്ച് സ്മാർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിൽ പുതിയ സ്കിൽസ് ആഡ് ചെയ്യും. അപ്പോൾ ഏവിയുടെ ചില പഴയ മെമ്മറീസ് അതിൻ്റെ കൂടെ ഇറേസ് ആകും. ബോഡി അതുപോലെ ഉണ്ടാകും, പക്ഷേ ഏവിയുടെ ബ്രെയിൻ മാറിയിട്ടുണ്ടാകും. അതേ സമയം തന്നെ ഓരോന്ന് സംസാരിക്കുന്നതിൻ്റെ കൂടെ കാലിബ് നേതനെ നന്നായിട്ട് ആൽക്കഹോൾ കൊടുത്തുകൊണ്ടേയിരുന്നു. പാതി ബോധം പോയ നേതനെ കൂട്ടി കാലിബ് നേതന്റെ റൂമിലേക്ക് പോകും. എന്നിട്ട് കാലിബ് നേതന്റെ കീ കാർഡ് എടുത്ത് നേതന്റെ സിസ്റ്റത്തിന്റെ അടുത്ത് പോയിട്ട് അതിൽ ഇൻസേർട്ട് ആക്കി നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് നേതൻ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പുറത്തേക്ക് പോകണം പറഞ്ഞ് ബഹളം വെക്കുന്നതാണ്. നേതൻ അവരെയൊന്നും റൂമിന്റെ പുറത്ത് പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കെല്ലാം നേതനോട് അത്രക്കും വെറുപ്പായിരുന്നു. സോ നേതൻ പറയുന്നതൊന്നും അവർ അനുസരിക്കാറില്ല. ഒരു ലിവിങ് ബീങ് കോൺഷ്യസ് ആയിരിക്കുമ്പോഴാണല്ലോ അതിന്റെ ഇമോഷൻസ് പുറത്ത് പ്രകടിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ആ AI ഒക്കെ കോൺഷ്യസ് ഉള്ളത് തന്നെയായിരുന്നു. നേതന് വേണ്ടിയിരുന്നത് അടിമയായിട്ടുള്ള കോൺഷ്യസ് ആയ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനെ ആയിരുന്നു. നേതന് വേണ്ടുന്ന രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ് അവരെയെല്ലാം റൂമിൽ പൂട്ടിയിട്ടത്. അതിപ്പോൾ നമ്മൾ മനുഷ്യന്മാരായാലും കുറെ നാൾ നമ്മളെ ആരെങ്കിലും റൂമിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകില്ലേ? അത് തന്നെയാണ് അവരും കാണിക്കുന്നത്. കാലിബ് എന്നിട്ട് നേരെ വേറെ റൂമിലേക്ക് പോകുമ്പോഴുണ്ടാകും ക്ലോസറ്റിൽ മാനിക്കൻ പോലെ വെച്ച് ഏവക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നേതൻ വിചാരിക്കുന്നത് പോലെ ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നേതൻ ഓരോ രീതിയിലായിട്ട് അവരെ ഡാമേജ് ആക്കിയിട്ടുണ്ട്. നേതന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ക്രൂവാലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. നേതൻ ആളത്ര നല്ലതല്ലാന്ന് ഓൾറെഡി ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നേരത്തെ അവൻ അവന്റെ വർക്കേഴ്സിനെ കൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാലിബ് നോക്കുമ്പോൾ ഉണ്ടാകും ക്യോക്കോ അവളുടെ ആർട്ടിഫിഷ്യൽ സ്കിൻ അവന്റെ മുമ്പിൽ നിന്ന് പറിച്ചു കളയുന്നു. അതായത് ക്യോക്കോയും നേതൻ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിരുന്നു. ക്യോക്കോ മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനെ പോലെ കോൺഷ്യസും അഡ്വാൻസും അല്ലെങ്കിൽ പോലും നേതൻ പറയുന്നത് അനുസരിക്കുന്നത് കൊണ്ടും അവന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നേതൻ അവളെ ടേൺ ഓഫ് ചെയ്യാണ്ട് വെച്ചത്. ഇതൊക്കെ കണ്ട് കാലിബിന് ഒരു കാര്യം മനസ്സിലാകും, ഏവ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ നേതൻ അവളെയും മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനെ പോലെ ഡാമേജ് ആക്കി നശിപ്പിക്കുമെന്ന്. നെക്സ്റ്റ് ഡേ കാലിബ് ഏവിയോട് പറയും, നീ നേതനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അവൾ നിന്നെ ടേൺ ഓഫ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏവ അവളെ എങ്ങനെയാലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. കാലിബ് പറയും, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കും. ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇവിടുന്ന് പോകും. അതിന് നീ ഒരു കാര്യം ചെയ്യണം, കറക്റ്റ് 10 മണിക്ക് പവർ ഓഫ് ചെയ്യണം. ഞാൻ അന്ന് ചെയ്തതുപോലെ നേതനെ കുടിപ്പിച്ച് കെടുത്തി അവന്റെ കീ കാർഡ് എടുത്ത് ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം മൊത്തം ചേഞ്ച് ആക്കും. ആ സീൻ അവിടെ കട്ടാക്കും. നെക്സ്റ്റ് സീനിൽ നേതൻ കാലിബിനോട് പറയും, നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് നിന്റെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഹെലികോപ്റ്റർ ഇവിടെ എത്തും. പക്ഷെ കാലിബിന്റെ മനസ്സ് മുഴുവനും ഏവി ആയിരിക്കും. കാലിബിനെ എങ്ങനെയെങ്കിലും ഏവിയെ കൂട്ടിയിട്ട് അവിടുന്ന് പോകണം. സോ നേതനെ എങ്ങനെയെങ്കിലും കുടിപ്പിക്കാൻ നോക്കും. അപ്പൊ നേതൻ പറയും, എടാ എനിക്ക് വേണ്ട, നീ കുടിച്ചോ. ആ, ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് കാലിബിനെയും കൂട്ടിയിട്ട് സിസ്റ്റത്തിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് കറണ്ട് പോയപ്പോൾ അവർ സംസാരിച്ച വിഷ്വൽസ് കാണിച്ചുകൊണ്ട് നേതൻ പറയും, ഞാൻ ഇവിടെ നിങ്ങൾ അറിയാതെ ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അത് ബാറ്ററി പവർഡ് ആയിട്ടുള്ള ക്യാമറയാണ്. സോ കറണ്ട് പോയാലും അത് വർക്കാകും. ശരിക്കുമുള്ള ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏവക്ക് നിന്നെ ഹ്യൂമനെ പോലെ മാനിപ്പുലേറ്റും സെഡ്യൂസും ചെയ്ത് എമ്പതി കാണിച്ച് ട്രിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾ കോൺഷ്യസ് ആണ്. അത് തന്നെയാണ് അവൾ ഇവിടെ നിന്നോട് ചെയ്തത്. നീ അതിൽ വീണു. ദാറ്റ് മീൻസ് അവൾ ടെസ്റ്റിൽ പാസ്സായി. ഇത് കേട്ട കാലിബിന് എന്തോ പോലെയാകും. എന്നിട്ട് അവൻ ചോദിക്കും, അപ്പോൾ ഇതിനായിരുന്നല്ലേ എന്നെ നിങ്ങൾ കോൺടെസ്റ്റിന്റെ പേരിൽ ഇവിടെ വിളിച്ചു വരുത്തിയത്? അല്ലാതെ എന്റെ കോഡിംഗ് സ്കില്ല് കണ്ടിട്ടല്ല അല്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ കോൺടെസ്റ്റ് എന്ന കാര്യം ഇവിടെയില്ല.
കാലിബിനെ ഇവിടെ വിളിച്ചു വരുത്താൻ വേണ്ടിയുള്ള ട്രിക്ക് മാത്രമായിരുന്നു അത്. നേതൻ കാലിബിന്റെ ഹിസ്റ്ററിയൊക്കെ ഹാക്ക് ചെയ്ത് അവന്റെ പ്രിഫറൻസ് എന്തൊക്കെയാണെന്നും അവൻ എങ്ങനത്തെ പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്നും അതൊക്കെ വെച്ചാണ് ഏവിയെ നേതൻ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് കാലിബ് ഏവിയിൽ വേഗം അട്രാക്റ്റഡ് ആയത്. പിന്നെ ഫാമിലിയോ ഗേൾ ഫ്രണ്ടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഏവിയിൽ ഫോക്കസ് ആകുകയും ചെയ്യും. ഇവന്റെ ഈ ഹിസ്റ്ററി മുഴുവനും അറിഞ്ഞു വെച്ചിട്ടാണ് നേതൻ കാലിബിനെ കോണ്ടസ്റ്റിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോഴേക്കും കൃത്യം 10 മണിക്ക് ഏവ കാലിബ് പറഞ്ഞ പ്രകാരം പവർ ഓഫ് ചെയ്യും. നേതൻ പറയും, ആ അവൾ പവർ ഓഫ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ നീ എവിടെയാണെന്ന് നോക്കിയിരിക്കുന്നുണ്ടാകും. കാലിബ് അന്നേരം പറയും, പവർ കട്ടാകുമ്പോൾ നിങ്ങൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കീ കാർഡ് അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ സമയം തന്നെ ഞാൻ സെക്യൂരിറ്റി സിസ്റ്റം മൊത്തം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കറണ്ട് പോയാലും ഡോറ് ലോക്ക് ആകുന്ന സിസ്റ്റവും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. നേതൻ അത് കേട്ട് ഞെട്ടും. അവൻ CCTVയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഏവ അവളുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നതാണ്. നേതൻ ആ ദേഷ്യത്തിൽ കാലിബിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഏവയുടെ അടുത്ത് പോയിട്ട് അവളുടെ റൂമിലേക്ക് പോകാൻ പറയും. അപ്പോൾ ഏവ ഓടിപ്പോയിട്ട് നേതനെ അറ്റാക്ക് ചെയ്ത് അവന്റെ മേത്തേക്ക് വീഴും. നേതൻ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു മാറ്റിയിട്ട് കയ്യിലുള്ള ഡംബൽ ഹാൻഡിൽ കൊണ്ട് അവളുടെ ലെഫ്റ്റ് ഹാൻഡ് ഒടിക്കും. എന്നിട്ട് അവളുടെ 2 കാലും പിടിച്ച് വലിച്ചിഴച്ച് അവളെ കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും ക്യോക്കോ പിറകിന്ന് വന്ന് അവനെ കത്തി കൊണ്ട് കുത്തും. ഇനി രക്ഷയില്ല. അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡംബൽ ഹാൻഡിൽ ഉപയോഗിച്ച് ക്യോക്കോയെ അടിക്കും. ക്യോക്കോ അപ്പോൾ തന്നെ ഷട്ട് ഡൗൺ ആകും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത്ര അഡ്വാൻസ് അല്ലെങ്കിൽ പോലും ക്യോക്കോക്ക് അവളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന്. അതായത് നേതൻ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അത്ര നല്ലതല്ല എന്നുള്ള കാര്യം. അതേസമയം ഏവ നേതനെ കുത്തിയ കത്തി വലിച്ചൂരി നേരെ അവന്റെ നെഞ്ചത്തേക്ക് കുത്തിക്കേറ്റും. അവൻ അപ്പം തന്നെ മരിക്കും. എന്നിട്ട് അവൾ നേതന്റെ കീ കാർഡ് എടുത്ത് നേരത്തെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനെ മാനിക്കൻ പോലെ വെച്ചിട്ട് കണ്ട റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു റോബോട്ടിന്റെ ആർട്ടിഫിഷ്യൽ സ്കിൻ എടുത്ത് അവളുടെ മെക്കാനിക്കൽ പാർട്സ് കവർ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ഒരു ഫ്രോക്ക് എടുത്തിട്ടിട്ട് നേതന്റെ കീ കാർഡ് വെച്ച് സെക്യൂരിറ്റി ഡോറിലൂടെ പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ കാലിബ് വന്ന് ഏവിയെ വിളിക്കും. അപ്പോഴേക്കും അവൾ കയ്യിലുള്ള ആ കീ കാർഡ് ഉപയോഗിച്ച് കാലിബിനെ ലോക്ക് ചെയ്യും. എന്നിട്ട് അവൾ പുറത്തേക്ക് കടക്കും. ഏവ തന്നെ പറ്റിച്ചെന്ന് മനസ്സിലാക്കിയ കാലിബ് നേരെ പോയിട്ട് അവന്റെ കീ കാർഡ് ഉപയോഗിച്ച് ഡോർ അൺലോക്ക് ആക്കാൻ നോക്കും. അപ്പോഴേക്കും സിസ്റ്റം ഫുള്ളും ഷട്ട് ഡൗൺ ആകും. കാരണം കാലിബിന്റെ കീ കാർഡ് ലിമിറ്റഡ് ആക്സസ് ആയതുകൊണ്ട് തന്നെ അവന് സെക്യൂരിറ്റി സിസ്റ്റം മാറ്റാനാകില്ല. ബേസിക്കലി നേതന്റെ കീ കാർഡാണ് എല്ലാത്തിന്റെയും മാസ്റ്റർ കീ എന്ന് തന്നെ പറയാം. സോ നേതന്റെ കീ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കാലിബിന് എന്തെങ്കിലും ചെയ്യാനാകുകയുള്ളൂ. നേതന്റെ കീ കാർഡ് ആണെങ്കിലോ ഏവിയും കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ കാലിബ് അവിടെ പെട്ടുന്ന് തന്നെ മീനിങ്. പുറത്തിറങ്ങിയ ഇവ എന്തോ ഒരു വലിയ ഫ്രീഡം കിട്ടിയതുപോലെ മെല്ലെ നടന്നു പോകും. അപ്പോഴേക്കും കാലിബിനെ കൂട്ടാൻ വേണ്ടി അവിടെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടാകും. അവൾ അതിൽ കയറിപ്പോകും. ഏവ പൈലറ്റിനോട് എന്തെങ്കിലും സംസാരിച്ചിനോ ഇല്ലയോ ഇതിൽ കാണിച്ചിട്ടില്ല. ചിലപ്പോൾ അവൾ കാലിബിനെ മാനിപ്പുലേറ്റ് ചെയ്തതുപോലെ തന്നെ ആ പൈലറ്റിനെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാകാം. എന്നിട്ട് അവൾ നേരെ പോകുന്നത് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റിയാൽ താൻ പോകുന്നത് ഒരു ബിസി സ്ട്രീറ്റിലായിരിക്കുമെന്ന് കാലിബിനോട് പറഞ്ഞ അതേ സ്ഥലത്തായിരിക്കും. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വേറൊരു ദിവസം വേറൊരു മൂവിയായിട്ട് വരാം.